കാലം അങ്ങനെ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ കുതിച്ച് ഓടുകയാണ്. സങ്കടങ്ങളും സന്തോഷങ്ങളും ആരവങ്ങളും ഒക്കെയുള്ള ഒരു ആഴ്ച കൂടി കടന്നു പോകുന്നു. ഇവിടെ ഒത്തിരി വാർത്തകൾ ഈ ലോകത്ത് സംഭവിച്ചു. ചെതറിത്തിളയ്ക്കുന്ന കബന്ധങ്ങൾ, ആത്മഹത്യ ചെയ്യുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയ എത്രയെത്ര വാർത്തകൾ. ഈ വാർത്തകളിലെല്ലാം നമ്മുടെ മനസ്സിൽ തട്ടി നിൽക്കുന്ന ചില വാർത്തകളുണ്ട്. അത് എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഈ പരിപാടിയിലൂടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം. ലെസീന, എന്താണ് കഴിഞ്ഞ ആഴ്ച ലെസീനയിലെ സ്വാധീനിച്ച വാർത്ത? കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ തന്നെയെന്ന് പറയാൻ പറ്റില്ല. മൊത്തം രക്ഷിതാക്കളെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മൊത്തം രക്ഷിതാക്കളെയും കുട്ടികളെയും സ്വാധീനിച്ച ഒരു വാർത്തയാണ് CBSE മൂല്യനിർണ്ണയവും അതുപോലെ നീറ്റ് UG പരീക്ഷയുടെ പരീക്ഷാ പേപ്പർ ചോർച്ചയും. ഇത് രണ്ടും യുവാക്കളെ അല്ലെങ്കിൽ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ വന്ന ഒരു സമയം ഇതിനു മുമ്പ് ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നീറ്റ് UG പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് സാങ്കേതിക പിഴവാണ് എന്ന് പറഞ്ഞ് തടിയൂരാൻ നോക്കുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് നിന്ന NTA ഉദ്യോഗസ്ഥരുടെ അടുത്തു നിന്ന് തന്നെയാണ് അത് ചോർന്നത് എന്ന് കണ്ടെത്തിയും പിന്നീട് അതിന് CBI അന്വേഷണം അടക്കമുള്ളത് ഉണ്ടാവുകയും പരീക്ഷ റദ്ദാക്കുകയും വീണ്ടും അവരെ CBI കസ്റ്റഡിയിലെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, എത്ര നാളത്തെ കുട്ടികളുടെ അധ്വാനമാണ് ഒരു നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം തുടങ്ങി കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കോച്ചിങ് ആണ് നീറ്റ് കോച്ചിങ്. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിയുന്നതോടുകൂടി റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായത് ഈ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. കളിച്ച് ചിരിച്ച് കിടക്കേണ്ട പ്രായത്തിൽ ഉറക്കം ഉളച്ച് പാരൻസിൻ്റെ പ്രഷറും സൊസൈറ്റിയുടെ പ്രഷറും എല്ലാം മറികടന്നാണ് കുട്ടികൾ അങ്ങനെ ഒരു പരീക്ഷ എഴുതുന്നത്. ആ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു അല്ലെങ്കിൽ എത്ര ലാഘവത്തോടെയാണ് അവരത് റദ്ദ് ചെയ്തത് എന്നുള്ളത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ പിന്നാലെയാണ് +2 പരീക്ഷ വരുന്നത്. ഈ GE പോലുള്ള പരീക്ഷകളെല്ലാം, കോമ്പറ്റേറ്റീവ് എക്സാമുകളെല്ലാം പാസ്സായ കുട്ടികളാണ് ഫിസിക്സും കെമിസ്ട്രിക്കും മാത്സിനും അതിഭയങ്കരമായ മാർക്ക് കുറഞ്ഞത്. ഈ പ്രാവശ്യം ഓൺലൈൻ മാർക്കിംഗ് സ്കീമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് കൊടുത്തിരുന്നത് കോംറ്റ് എഡ്യൂടെക് എന്ന് പറഞ്ഞൊരു കമ്പനിക്കാണ് കരാർ കൊടുത്തിരുന്നത്. ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത് ഞെട്ടിക്കുന്നതാണ്. ആ കമ്പനി കരിമ്പട്ടികയിൽപ്പെട്ടിരുന്ന, ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ടിരുന്ന ഒരു കമ്പനിക്ക് അനധികൃതമായി ലൈസൻസ് കൊടുത്തിട്ടാണ് ഈ അക്രമങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അത് കുട്ടികൾക്ക് ഓൺലൈൻ മാർക്കിംഗ് സ്കീം അമ്പേ പാളി എന്നുള്ളത് തന്നെയല്ല, പുനഃപരിശോധന കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത് അവരുടെ സ്വന്തം മാർക്കും സ്വന്തം പേപ്പർ പോലും അല്ല എന്നുള്ളതാണ് വാസ്തവം. അതും CBSEയുടെ വെബ്സൈറ്റ് മുഴുവൻ കുട്ടികൾക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഫീസാണ് വരുന്നതെല്ലാം. അപ്പോൾ സാങ്കേതിക പിഴവാണ് എന്ന് CBSE പറയുന്നുണ്ടെങ്കിലും കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ളവരുടെ എഡ്യൂക്കേഷനും ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാവുന്ന രണ്ട് കാര്യം, അത് എൻ്റെ ഒരു വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയായി മാറി ഈ പ്രാവശ്യത്തെ 2 എക്സാമുകളും എന്നുള്ളതാണ്. ഇത് കുട്ടികളുടെ എത്രയോ നാളത്തെ അധ്വാനമാണ് വെറുതെ പാഴായി പോയതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ശരിക്കും സത്യത്തിൽ ഞെട്ടലാണ് ഉണ്ടാകുന്നത്. ഇന്നലെ സുപ്രീം കോടതി തന്നെ കേന്ദ്ര സർക്കാരിനോട് 15 ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നു? നമുക്കറിയാം PSC പോലുള്ള സംവിധാനങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം വളരെ ഭംഗിയായി നടത്തുന്ന ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ എന്തുകൊണ്ട് മാതൃകയാക്കി കൂടാ എന്നാണ് കോടതി ചോദിക്കുന്നത്. ഇത് വീണ്ടും വീണ്ടും തെറ്റ് വരുന്നു എന്ന് പറയുന്നത് അത് തെറ്റല്ല, അത് മനഃപൂർവ്വമായിട്ടുള്ള ഈ രാജ്യത്തെ യുവാക്കളുടെ ആശങ്ക അല്ലെങ്കിൽ യുവാക്കളുടെ ഭാവി നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത് എന്ന് കോടതി വടിയെടുത്തിട്ടുണ്ട് കേന്ദ്രത്തിനെതിരെ. വരുന്ന റിസൾട്ടുകളെല്ലാം ഒരു സിസ്റ്റത്തെ തന്നെ അവിശ്വസിക്കുന്ന രീതിയിലേക്കാണ് വരുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അവരാരെ വിശ്വസിക്കും? അപ്പോൾ അക്രമങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനെ എങ്ങനെ പ്രതിരോധിക്കും? ഇനി രണ്ടാമത് കുട്ടികൾ വീണ്ടും പഠിക്കുകയാണ്. അവരുടെ ഒരു വർഷത്തെ റിപ്പീറ്റ് വന്ന് എഴുതുന്ന കുട്ടികളായിരിക്കും ആദ്യം. ഒരു വർഷം കളഞ്ഞ് പഠിച്ച് ഉറക്കം ഒളിച്ച് പഠിക്കുന്ന കുട്ടികളുടെയാണ് ഈ നമ്മളോട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരാൻ പോകുന്ന ഈ യൂത്ത് എന്ന് പറയുന്നതാണ് നമ്മളെ ഭരിക്കേണ്ടവർ. അവർക്ക് തന്നെ രാജ്യത്തോട് വല്ലാത്തൊരു ദേഷ്യവും അമർഷവും തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും രാജ്യത്തിന്റെ അവസ്ഥ എന്നുള്ളത് മുകളിലുള്ള ആൾക്കാരെല്ലാം ചിന്തിക്കണം. കാരണം നേരത്തെ ലെസീന പറഞ്ഞതുപോലെ തന്നെ ഒരു യുവജനത തന്നെയാണ് നാടിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. അപ്പൊ ആ നട്ടെല്ല് തന്നെ തകർക്കാൻ നടത്തുന്ന ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനാണ് ഭരണകർത്താക്കൾ ഒക്കെ ശ്രമിക്കേണ്ടത്. സണ്ണി പീറ്റർ, എന്താണ് കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ തട്ടിയ വാർത്ത? മുൻപത്തെ തീരദേശ ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുണ്ടാക്കുന്ന തീരുമാനങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഈ മുൻപത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കത്തിന് ഒരു പരിഹാരം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ്
അവിടുത്തെ 610ഓളം കുടുംബങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ഈ പുതിയ UDF സർക്കാരിനെ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. കാരണം UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ മുനമ്പത്തെ തീരദേശ ജനതയുടെ പ്രയാസത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അവിടുത്തെ തീരദേശ ജനതയ്ക്ക് അവിടെ ചെന്ന് വാക്ക് നൽകിയിരുന്നതാണ്. കാരണം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നം മാത്രമാണ് ഇവിടെ ഉള്ളത്. അക്കാര്യത്തിനകത്ത് സംസ്ഥാന സർക്കാർ വേണ്ട വിധത്തിലൊരു ജാഗ്രതയും അല്ലെങ്കിൽ തുറന്ന സമീപനവും സ്വീകരിക്കുന്നില്ല എന്ന ഒരു ആക്ഷേപം കൂടിയായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ കഴിഞ്ഞ ഒറ്റ ആഴ്ച കൊണ്ട് കാര്യങ്ങൾ തകിടം മറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം മുൻപത്തെ ആ തീരദേശ ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് വഖഫ് ഭരണസമിതി. അപ്പോൾ അതിന് മുഖ്യമന്ത്രി VD സതീശൻ നൽകുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഈ LDF സർക്കാർ മാറി UDF സർക്കാർ വരുമ്പോൾ UDF സർക്കാരിന് പോകുന്ന പോക്കിൽ നൽകിയ ഒരു 8ന്റെ പണി എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത്. ആ വാക്കിൽ തന്നെ അതിൻ്റെ ഒരു നിയമ പ്രതിസന്ധിയും ആ നിയമത്തിലേക്ക് എൻ്റെ കുരുക്കും മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ തന്നെ പ്രകടമാണ്. കാരണം ഇനി ഒരുപാട് ഈ ഒരു പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് പോകുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് അത് ഒരുപാട് നിയമക്കുരുക്കിലേക്കും അല്ലെങ്കിൽ നിയമ പോരാട്ടത്തിലേക്കും വ്യവഹാരങ്ങളിലേക്കും വലിച്ചു നീട്ടുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യത്തിനകത്ത് UDF സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ മുനമ്പത്തെ തീരദേശ ജനത 414 ദിവസത്തോളമാണ് അവിടെ തുടർച്ചയായി സമരം നയിച്ചത്. അത് 2024 ഒക്ടോബറിലാണ് അവിടെ ആ തീരദേശ ജനത തങ്ങളുടെ ജനിച്ചു വളർന്ന മണ്ണിൽ തങ്ങൾക്ക് ഭൂമിയുടെ വിനിയോഗം നടത്തുന്നതിനും ക്രയവിക്രയം നടത്തുന്നതിനും ഒക്കെ നിയമസാധുത ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവിടെ സമരം ആരംഭിച്ചത്. അങ്ങനെയാണ് ഹൈക്കോടതി ഒരു താൽക്കാലികമായി അവരുടെ കരം സ്വീകരിക്കുന്നതിനൊക്കെ വേണ്ട നടപടി സ്വീകരിക്കാൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതൊരു വ്യവസ്ഥയോട് കൂടിയിട്ടാണ് അത്തരത്തിലുള്ള ഭൂമിയുടെ കരം സ്വീകരിക്കാനും ഒക്കെ അനുമതി നൽകിയത്. അത് തന്നെ അവിടുത്തെ തീരദേശ ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷെ അങ്ങനെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വഖഫ് ഭരണസമിതി ഇത്തരത്തിലുള്ള ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ശ്രദ്ധേയം. കാരണം ഇനി നിയമ പോരാട്ടം അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഉമീദ് പോർട്ടലിൽ ആ സ്ഥലം രജിസ്റ്റർ ചെയ്തതോടുകൂടി നിയമ പോരാട്ടം തുടരും അല്ലെങ്കിൽ നിയമ സങ്കീർണത കൂടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെ ഒരുപക്ഷെ അതിൽ നിന്ന് തലയൂരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടി ആയിരിക്കാം. കാരണം ഇനി അത് നിയമ പോരാട്ടം നടക്കട്ടെ എന്നുള്ളൊരു ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായേക്കാം. കാരണം അത്ര എളുപ്പമല്ല ഇനിയിപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത്. നേരത്തെ ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റിനൊക്കെ ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഭരണത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് വന്നിരിക്കുന്നു. സ്വാഭാവികമായും മുസ്ലിം ലീഗ് വഖഫിനോട് അല്ലെങ്കിൽ വഖഫ് ഭൂമിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇടപെടലൊക്കെ അവർ രഹസ്യമായി പുറമേക്ക് ഉണ്ടായില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിലൊക്കെ വഖഫിന് അനുകൂലമായ ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക. അപ്പോൾ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നത് വലിയ കാര്യം തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പാവപ്പെട്ട തീരദേശ ജനതയുടെ ഒരു ഭാവി അല്ലെങ്കിൽ അവരുടെ ജനിച്ചു വളർന്ന മണ്ണ് അവർക്കിടെ എല്ലാ അവകാശങ്ങളും ഭൂരേഖകൾ അടക്കം കിട്ടും എന്ന് പ്രതീക്ഷിച്ചത് ഇനിയും കാത്തിരിപ്പ് തുടരും എന്നാണ് ഈ ഒരു നീക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ മുനമ്പത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കീർണമായ ഒരു പ്രശ്നമാണ്. പലപ്പോഴും നമ്മളവിടെ പോയിട്ടുള്ളതാണ്. 610 കുടുംബങ്ങളുടെ കണ്ണീരാണ് അത്. കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ സ്ഥലം ഒന്ന് പണയം വെക്കാനോ അവിടെ ക്രയവിക്രയങ്ങൾ നടത്താനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ കണ്ണീരിലൂടെ തന്നെയാണ് മുനമ്പത്തെ ജനത പോകുന്നത്. എന്ന് തീരും അവരുടെ കഷ്ടപ്പാട് എന്നൊരു വലിയ ചോദ്യം തന്നെയാണ് മുന്നോട്ട് വെക്കാനുള്ളത്. മരിയയ്ക്ക് എന്താണ് കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ സ്പർശിച്ച വാർത്ത? കഴിഞ്ഞ ആഴ്ച എന്നെ മാത്രമല്ല കുറച്ച് ലോകമെമ്പാടും എന്താ പറയാ ഒരു ചലനം സൃഷ്ടിച്ച ഒരു വാർത്തയാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ലയോ പാപ്പ തന്റെ ആദ്യത്തെ ചാക്രിക ലേഖനമായിട്ടുള്ള മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന് പറയുന്ന തന്റെ ആദ്യത്തെ ചാക്രിക ലേഖനം പുറത്തിറക്കിയിരിക്കുകയാണ്. നമുക്കറിയാം മുൻപ് ഇതുപോലെ ലോകത്തെ പിടിച്ചു കുലുക്കിയ ഒരു ചാക്രിക ലേഖനമായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ ലൗദാത്തോ സി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ സമകാലിക ലോകത്തെ സ്വാധീനിക്കാൻ തരത്തിലുള്ള ഒരു കാര്യമാണ് മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന് പറയുന്ന പാപ്പയുടെ ലേഖനത്തിൽ പറയുന്നത്. AI-നെ കുറിച്ചാണ്. ഏറ്റവും ഉദാത്തമായി ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു വരുന്ന ഒരു മേഖലയാണ് AI എന്ന് പറയുന്നത്. എന്നാൽ
അതിൽ കൂടുതൽ അതിന്റെ ഫലങ്ങളെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. ഒരു ടെക്നോളജി വരുമ്പോൾ നമ്മൾ അതിനെ പുറകെ പോകുന്നു, മാക്സിമം അത് ഉപയോഗിക്കുന്നു. എന്നാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ അതില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതിന് ഇത്രയും ദോഷവശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. എന്നാൽ പാപ്പ അതിനെ മുന്നേ കണ്ട ഒരു ക്രാന്തദർശി എന്നോണം AI-യുടെ ഒരു ദോഷഫലത്തെ കുറിച്ചാണ് കൂടുതലായും ഈ ഒരു ചാക്രിക ലേഖനത്തിലെ ഊന്നി പറയുന്നത്. അതായത് AI എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു മൂല്യത്തെ കുറച്ച് കാണാൻ സാധ്യത ഏറെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുപോലെ ഇപ്പൊ ഒരു യുദ്ധമേഖലകളിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ AI യുദ്ധമേഖലയിലേക്ക് കടന്നു വരുന്നതിന്റെ ഒരു ഭീകരതയെക്കുറിച്ചും പാപ്പ ചാക്രിക ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം പണ്ട് നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ് അടിമ സമ്പ്രദായം എന്ന് പറയുന്നത്. അടിമ കച്ചവടം, മനുഷ്യന് യാതൊരുവിധ മൂല്യവുമില്ലാതെ വസ്തുക്കളെ പോലെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ആദ്യമായിട്ടാണ് ചരിത്രത്തില് ഒരു പാപ്പ ഇത്തരത്തിൽ ഒരു അടിമ കച്ചവടത്തെ സഭ അപലപിക്കാൻ വൈകിയതിന് ലോകത്തോട് ക്ഷമ ചോദിക്കുന്നത്. അത് ഈ ഒരു ചാക്രിക ലേഖനത്തിലൂടെയാണ് പാപ്പ വ്യക്തമാക്കുന്നത്. വളരെ ഹൃദയസ്പർശിയായിരുന്നു. പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്: ഇത്തരത്തിൽ സഭയും സഭാ നേതൃത്വവും ഇത്തരത്തിൽ മനുഷ്യമൂല്യത്തെ കുറച്ചു കാണുന്ന ഒരു സാമൂഹിക വിപത്തായ അടിമ കച്ചവടത്തെ അപലപിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും വൈകിയതിന് ലോക ജനതയോട് താൻ ക്ഷമ ചോദിക്കുന്നു, മനുഷ്യരാശിയോട് താൻ ക്ഷമ ചോദിക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. നമുക്കറിയാം, അമേരിക്കയിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് പോലും പാപ്പയുടെ ഒരു ചാക്രിക ലേഖനത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറയുകയും മനുഷ്യന്റെ ഒരു മൂല്യത്തെ കുറിച്ച് പാപ്പ പറയുന്ന ആ ഒരു ചിന്തകളെയൊക്കെ ഉയർത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇത്തരത്തിൽ AI എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സ്വാഭാവിക ജീവിതത്തെ മാറ്റിമറിക്കുകയും ഇപ്പോ സാധാരണഗതിയിൽ ഇപ്പൊ ചിന്തിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളെ പോലും AI കടന്നു വന്നതിലൂടെ ആ ഒരു ടെക്നോളജി നമ്മൾ യൂസ് ചെയ്ത് സാധാരണഗതിയിൽ ചിന്തിക്കുന്ന കാര്യത്തിൽ പോലും നമ്മൾ ആ ഒരു എഫേർട്ട് കൊടുക്കുന്നില്ല. അപ്പൊ പാപ്പ പറയുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും മനുഷ്യന് വളരെ സങ്കീർണമായി പോകും ഇനി മുന്നോട്ടുള്ള കാലത്ത് നമ്മൾ പോകുമ്പോൾ. അപ്പം AI വേണ്ട എന്നല്ല പറയുന്നത്, എന്നാൽ അതിന്റെ ഉപയോഗത്തെ കുറിച്ച് നമ്മൾ കുറച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം മനുഷ്യജനതയ്ക്ക്. മനുഷ്യൻ തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് മനുഷ്യൻ തീരുമാനങ്ങൾ എടുക്കണം. ഇപ്പോൾ ഒരു യുദ്ധമേഖലയിലൊക്കെ AI സാധ്യതകളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയില്ല, നമുക്ക് എത്രമാത്രം അതിന്റെ ഒരു ഭീകരത ഇപ്പൊ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നു. ഒരു സ്ഥലത്തേക്ക് യുദ്ധം തുറന്നു വിടുക, അതിനെ നിയന്ത്രിക്കുന്നത് AI ആണ്, അതായത് റോബോട്ടുകളാണ്, മനുഷ്യനല്ല. അപ്പോ എപ്പോ നിർത്തണം, അല്ലെങ്കിൽ അത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ജനത കുട്ടികളാണോ സ്ത്രീകളാണോ മുതിർന്നവരാണോ എന്നൊന്നും റോബോട്ടിനില്ല. അവർക്ക് മുന്നിൽ വരുന്നവരെല്ലാം ശത്രുക്കളാണ്, അവരെയൊക്കെ അടിച്ച് തച്ച് തകർത്ത് പോവുക. പക്ഷെ അപ്പൊ അവിടെ നഷ്ടപ്പെടുന്നത് മാനുഷിക മൂല്യമാണ്. ആ ഒരു യുദ്ധമേഖലയായിക്കോട്ടെ ഏതൊരു മേഖലയിലായിക്കോട്ടെ മനുഷ്യന്റെ ഒരു സ്വാഭാവികത നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് ഏതൊരു കാര്യത്തിലാണെങ്കിലും അതെ. അപ്പൊ പാപ്പ പറയുന്നത് ദൈവം തന്റെ സ്നേഹം തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന്റെ എല്ലാ സ്വാഭാവികതയും നശിപ്പിക്കുന്ന തരത്തിലേക്ക് AI ഒരിക്കലും പോകരുത്. അതിനെ എതിർ വന്നാലും തടയണം. അത്തരത്തിലൊരു ഒരു സങ്കീർണമായ ഒരു സാധ്യതയിലേക്ക് ഒരിക്കലും AI കൊണ്ട് എത്തിക്കരുത്. ആവശ്യമാണ്, എന്നാൽ അതിന് പരിമിതി വേണം. ലയോ പാപ്പയ്ക്ക് മുൻപ് ഉണ്ടായിരുന്ന ലയോ 13-ാമൻ പാപ്പയുടെ ഏറ്റവും തൊഴിലാളികൾക്ക് വേണ്ടി പാപ്പ പുറത്തിറക്കിയ റേരും നൊവാരും എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിന്റെ 135-ാം വാർഷികത്തിലാണ് ഇത്തരത്തിൽ മാനുഷിക മൂല്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പാപ്പ തന്റെ ആദ്യത്തെ ചാക്രിക ലേഖനം പുറത്തിറക്കി എന്നുള്ളതും വളരെ കോയിൻസിഡൻസ് എന്ന് പറയാൻ സാധിക്കില്ല. മനുഷ്യന്റെ മൂല്യത്തെ കുറച്ചുകൂടി കൂടുതൽ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്താനായിട്ട് പാപ്പ നടത്തിയ ഒരു നീക്കം എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തെ പറയാൻ സാധിക്കും. തീർച്ചയായും, അതായത് മനുഷ്യ നിർമ്മിത ബുദ്ധികളെക്കാൾ പ്രാധാന്യം നൽകേണ്ടത് മനുഷ്യനാണ്, മനുഷ്യത്വത്തിനാണ് എന്നതാണ് ഈ ചാക്രിക ലേഖനത്തിലൂടെ പ്രധാനമായി പറയുന്നത്. മനുഷ്യന്റെ അന്തസ്സും അവന്റെ ജീവിതവും ഒക്കെ വരച്ചു കാണിക്കുന്ന ഒന്ന് തന്നെയാണ്. മനുഷ്യജീവനാണ് ഏറ്റവും വലിയ വില ഉള്ളത് എന്ന് കൂടി ഈ ചാക്രിക ലേഖനത്തിൽ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു ആശുപത്രിയുടെ ശുചിമുറിയുടെ പുറകിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നു. ഒരു കൊച്ചിന്റെ നവജാത ശിശുവിന്റെ കരച്ചിലാണ് കേൾക്കുന്നത്. പട്ടിക്കുഞ്ഞോ കൊച്ചുകുഞ്ഞൊന്നും അല്ല, ഒരു മനുഷ്യ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. അപ്പോൾ അവിടെ ഉള്ള ആളുകൾ ഓടിച്ചെന്ന് നോക്കി, അപ്പോൾ ഒരു നവജാത ശിശുവിനെയാണ് കാണുന്നത്. അപ്പോൾ അതിന്റെ തലേ ദിവസം തന്നെ അവിടെ ഒരു 19 വയസ്സുകാരി വന്നിരുന്നു. വയറുവേദനയെ തുടർന്നാണ് വന്നത്. പക്ഷേ അപ്പോൾ ഇതിന് ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ കുട്ടി പ്രഗ്നന്റ് ആണോ എന്ന വല്ലാത്ത ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടി സമ്മതിച്ചില്ല. അങ്ങനെ ഈ കുട്ടി 19 വയസ്സേ ഉള്ളൂ കേട്ടോ. ഈ കൊച്ച് ശുചിമുറിയിലേക്ക് പോകുന്നു. അവിടെ പ്രസവിക്കുന്ന കൊച്ചിനെ ഉടനെ തന്നെ എടുത്ത് ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിയുന്നു.
നടന്നത് വിദേശത്തൊന്നും അല്ല, നമ്മുടെ കേരളത്തിലാണ്, ഹരിപ്പാടാണ് ഈ സംഭവം ഉണ്ടായത്. അത് ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം നമ്മുടെ ലോകം എങ്ങോട്ടേക്കാ ഈ പോകുന്നേ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ് നമുക്കറിയാം എറണാകുളത്തും ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ എടുത്ത് താഴേക്ക് വലിച്ചെറിയുന്ന ഒരമ്മ. നേരം വെളുത്ത് അവിടെ വൃത്തിയാക്കാൻ വന്ന തൊഴിലാളികൾ ആണ്, ഈ ശുചീകരണ തൊഴിലാളികളാണ് ഈ കുഞ്ഞിന്റെ ചേതനേറ്റ മൃതദേഹം കാണുന്നത്. അപ്പോ എങ്ങോട്ടാണ് പോകുന്നത്? അതായത് ഒരു കുഞ്ഞിനെ കൊല്ലാൻ മടിക്കാത്ത അമ്മമാർ. അമ്മ എന്ന് പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം. അതായത് അമ്മ ഇല്ലാതായി കഴിയുമ്പോൾ ഈ ലോകം ശൂന്യമായി പോകും എന്നുള്ളതാണ് പറയുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു മടിത്തട്ട് എന്ന് പറയുന്നത് അമ്മയുടെ മടിത്തട്ട് തന്നെയാണ്. അപ്പൊ അത്രത്തോളം കരുതലും സ്നേഹവും ഒക്കെയുള്ള ഒരു വാക്കാണ് അമ്മ എന്ന് പറയുന്നത്. ഈ അമ്മ എന്ന് പറയുന്ന വാക്കിനെ പോലും പലപ്പോഴും ഇല്ലാതാക്കി കളയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് സ്വന്തം കുഞ്ഞിനെ ജനിച്ച ഉടനെ അത്ര ക്രൂരമായിട്ട് ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യും എന്നുള്ളത്. കാരണം നമുക്കറിയാം ഇതിനൊക്കെ തെരുവിൽ അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ എത്ര കരുതലോട് കൂടി അത് കൊണ്ടുപോകുന്നറിയാം. അത് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ആ കുഞ്ഞിനെ അത്രയും കരുതലോട് കെയറോട് കൂടി അങ്ങനെ കൊണ്ടുപോകുന്ന തെരുവ് നായ്ക്കൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രത്തോളം ഇല്ലാതെ അത്തപ്പതിച്ച് പോവുകയാണോ നമ്മുടെ സമൂഹം എന്നുള്ള വല്ലാത്തൊരു ചോദ്യം തന്നെയാണ്. കണ്ണീരിലൂടെ അല്ലാതെ ഇങ്ങനെയുള്ള വാർത്തകൾ കാണാൻ കഴിയില്ല, അല്ലെ? തീർച്ചയായിട്ടും റോജി, വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നമ്മൾ ഈ തുടർച്ചയായി അത് വരുന്നുണ്ട്. ഇതിപ്പോ ഒന്നും രണ്ടും വാർത്തകളൊന്നും അല്ല ഇങ്ങനെയുള്ള വരുന്നത്. അമ്മമാര് കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന വാർത്തകൾ വരുന്നത്. അത് ഇപ്പൊ അതിൽ ഏറ്റവും അവസാനത്തെ എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും അടുത്ത് വന്നൊരു വാർത്തയാണ് ഇതെന്ന് മാത്രമേ പറയാൻ പറ്റൂ. നമ്മൾ അറിഞ്ഞ ഒരു വാർത്തയാണെന്നേ പറയാൻ പറ്റുള്ളൂ. അതും വെറും 19 വയസ്സ്. ആ കുട്ടിക്ക് എന്തിനെ കുറിച്ച് അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ അറിയാവുന്നത് എന്താണെന്നാണ് നമ്മൾ പറയേണ്ടത്, അല്ലെ? ഒരു 19 വയസ്സ്, കൂടിപ്പോയാൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിയേണ്ട ഒരു പ്രായം. ആ പ്രായത്തിലാണ് ഒരു കുട്ടിയെ പ്രസവിക്കുന്നു. ഒരു 10 മാസം ഗർഭിണിയായിരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ. അതൊന്നും അല്ലാതെ ശുചിമുറിയിൽ കയറുന്നു, പ്രസവിക്കുന്നു, കുട്ടിയെ എടുത്ത് കളയുന്നു, കുട്ടിയെ എടുത്ത് വലിച്ചെറിയാണ് ജനലിൽ കൂടി. ഇങ്ങനെ ഓർക്കുമ്പോൾ ഇതിനൊരു ഞെട്ടലാണ് വരുന്നത്. ഒരു 10 മാസം ആ കുട്ടി ഇതിനെ എങ്ങനെ ക്യാരി ചെയ്തു എന്നുള്ളതും, എനിക്ക് വയറുവേദനയാണ് എന്ന് വളരെ ലാഘവത്തോടു കൂടി പറയുന്ന ഒരു അതല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. അതിനുശേഷം ഈ കുട്ടിയെ വേണമെന്ന് വെച്ചാൽ എനിക്ക് ആ കുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞു. അവർക്കെതിരെ വധശ്രമത്തിനാണ് ഇപ്പൊ കേസെടുത്തിരിക്കുന്നത്. പോപ്പിന്റെ ചാക്രിക ലേഖനത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞൊരു കാര്യം, മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥ മനുഷ്യരുടെ ഇടയ്ക്ക് ഇല്ലാതായി പോകുന്നതിന്റെ ഒരു ഏറ്റവും പ്രകടമായ തെളിവുകളാണ് ഇതെല്ലാം. ഇത് നമുക്ക് പറയാൻ പറ്റില്ല ഇത് പ്രത്യേകിച്ച് ഒരു കാര്യം കൊണ്ടുവന്നു എന്നുള്ളത്. ഇതിപ്പോ പ്രസവിച്ച കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. നമുക്കറിയാം എന്തോരം അബോർഷൻസ് ആണ് കേരളത്തിൽ ഉടനീളം നടക്കുന്നത് എന്ന് നമ്മളൊരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് കേരളത്തിലുള്ളത്. എല്ലാ ആശുപത്രികളിലെയും ഒരു ലിസ്റ്റ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഭീതി, അതെ, നമ്മുടെ എറണാകുളത്തേക്കുള്ള ലിസി ആശുപത്രിയിലൊക്കെ നിങ്ങളൊന്ന് ഒരു വല്ലാത്തൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് കാണുന്നത്. പലപ്പോഴും നമ്മുടെ കൂട്ടായ്മകളൊക്കെ ഇല്ലാതാകാനേ, അത് എല്ലാവരും ഒറ്റ തുരുത്തുകളായി മാറിക്കൊണ്ടിരിക്കുക. അപ്പം അത് തന്നെ വല്ലാത്ത പ്രതിസന്ധികൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകും. തുറന്ന് പറയാൻ ആരുമില്ല, കൂടിച്ചേരലുകൾ ഇല്ലാതാവുന്നു, ഒരാളെ കാണാൻ വേണ്ടിയുള്ള സമയം നമ്മൾ മാറ്റിവെക്കുന്നു. അങ്ങനെ തുറന്നു പറയാനുള്ള സമയങ്ങൾ ഇല്ലാതെ പോകുന്നു, മനുഷ്യർ ഒറ്റ തുരുത്തുകളായി മാറുന്നു. അവിടെയാണ് ഇങ്ങനെയുള്ള വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. ഞാനൊരു കഥ പറയാം. അവസാന വർഷ പരീക്ഷ കഴിഞ്ഞ് അവർ 4 പേരും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തി. കുറേ വർഷങ്ങളായി അവർ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എല്ലാ കാര്യങ്ങളും ഒപ്പം ചർച്ച ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുകയും ചെയ്യുന്ന അതിതീവ്രമായ സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികൾ. അവസാന വർഷ പരീക്ഷ കഴിഞ്ഞ് ഒരു ഹോട്ടലിൽ ഒരുമിച്ച് കൂടി അവർ പറഞ്ഞു, 40 വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ ഹോട്ടലിൽ വരണം, ഇവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കണം എന്ന്. അന്ന് താമസിച്ചു വരുന്ന വ്യക്തി ആയിരിക്കണം നമ്മളുടെ അന്നത്തെ ഭക്ഷണത്തിൻ്റെ പൈസ കൊടുക്കേണ്ടത് എന്ന് അവർ സമ്മതിച്ചു. ഇത് കേട്ടുകൊണ്ട് നിന്ന വെയിറ്റർ പറഞ്ഞു, 40 വർഷത്തിന് ശേഷം ഞാനുണ്ടെങ്കിൽ ഞാനും അന്ന് നിങ്ങൾ കൂടുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കുമെന്ന്. വർഷങ്ങൾ കടന്നുപോയി. 4 പേരും 4 വഴികളിലൂടെയായി. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ 40 വർഷങ്ങൾക്ക് ശേഷം അവർ ആ ഹോട്ടലിലേക്ക് വരികയാണ്. പക്ഷേ 3 പേര് മാത്രമേ വന്നുള്ളൂ, ഒരാൾ വന്നില്ല. അവർ പറഞ്ഞു, അവൻ മറന്നുപോയിട്ടുണ്ടാവും, അവൻ്റെ തിരക്കുകൾ കാരണം നമ്മളെയൊക്കെ ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല എന്ന്. അവർ 3 പേരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു.
അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നടന്നു വന്നു അതിലെ. അവൻ പറഞ്ഞു, നിങ്ങളുടെ 4ാമത്തെ കൂട്ടുകാരനുണ്ടല്ലോ, അയാളുടെ മകനാണ് ഞാൻ. എൻ്റെ അച്ഛൻ മരിച്ചുപോയി. മരിക്കുന്നതിന് മുൻപ് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു, ഇന്ന ദിവസം ഈ ഹോട്ടലിൽ കൂട്ടുകാരെല്ലാം ഒത്തുകൂടും, അന്ന് നീ അവിടെ ചെല്ലണം, അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ പൈസ കൊടുക്കണമെന്ന്. ഇത് കേട്ടുകൊണ്ട് പ്രായമായ ഒരു വെയിറ്റർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, അന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ആ സപ്ലയറാണ്, ആ വെയിറ്ററാണ് ഞാനെന്ന്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, എന്തിനാ നമ്മൾ ഇത്രയും കാലം ഒന്ന് കൂടാൻ വേണ്ടി അല്ലെങ്കിൽ ഒത്തൊരുമിക്കാൻ വേണ്ടി കഴിഞ്ഞ 40 വർഷമാണ് നമ്മൾ കാത്തു നിന്നത്? അതിൻ്റെ ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മളും ഇങ്ങനെയാ, ഒരു ഒത്തുകൂടലിന്, ഒരു ചേർത്ത് പിടിക്കലിന് കുറേ കാലങ്ങൾ കാത്തിരിക്കും. ഒന്ന് ക്ഷമിക്കാൻ, അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കാലങ്ങൾ കഴിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കും. നാളെയാകട്ടെ നാളെയാകട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ പലപ്പോഴും ബന്ധങ്ങൾ ഇല്ലാതാകും. ചിലപ്പോൾ നാളെ അവരോ നമ്മളോ ഉണ്ടാകണമെന്നില്ല. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന് ചേർത്ത് പിടിക്കേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക. കാരണം നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. ഈ ആഴ്ചയിലെ ചങ്കിൽ തട്ടിയ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.